ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് നല്ലൊരു പാര മീൻ വെച്ചിട്ട് നല്ലൊരു ബിരിയാണി തയ്യാറാക്കാം. അതിന് വേണ്ടി 2 പാര കഷ്ണാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനെഗർ, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതുപോലെ തന്നെ 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ ചൂടായിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കച്ചപ്പ് കൊടുക്കുക. കച്ചപ്പ് നല്ല പാങ്ങലുണ്ട്. അതിൻ്റെ ആ സൗണ്ടെല്ലാം കേട്ടിട്ട് ആ സൗണ്ട് ഇതായിട്ട് നല്ല എണ്ണ ചൂടായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള പാരമീൻ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് വെച്ചാൽ ജസ്റ്റ് ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫുള്ളായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടില്ല. ജസ്റ്റ് ആ 2 സൈഡ് അതിൽ കൊടുത്തിട്ടുള്ള മസാല അതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ ഓയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പാങ്ങല വഴറ്റിയെടുത്ത് നല്ല വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ല പാങ്ങലൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ സമയത്ത് തന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 സ്പൂൺ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. മിക്സ് ചെയ്ത മസാലപ്പൊടി അതിലേക്ക് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ചേർക്കാം. അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൽ ഓയിലൊക്കെ വിട്ട് വെക്കുന്ന ആ ഒരു അവസ്ഥയാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അടുക്കി അതിൽ വെച്ച് കൊടുക്കാം. നമ്മൾ മസാല റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കണ്ടില്ലേ ആ ഓയിലൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആ മീൻ അതിലേക്ക് വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോറാണ്. അതിനൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ വയ്ക്കുക. അതിലേക്ക് ഒരു സവാള, ഒരു ഉള്ളി അരിഞ്ഞിട്ട് അതുപോലെ തന്നെ മിക്സ്ഡ് ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അരി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി അതിൻ്റെ പാകമത്തെ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മസാല വെച്ചിരിക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഓരോ തവിയായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പാങ്ങലിട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ അടുപ്പം കൂടി വെച്ചിട്ട് നമ്മൾ അടുപ്പിലുള്ള ചെപ്പും നല്ല തീൻ്റെ കനലിൻ്റെ മുകളിലേക്കിട്ട് ശരിക്കും ഒന്ന് ദമ്മാക്കാം. ഏകദേശം ഒരു 1/4 മണിക്കൂർ നന്നായിട്ടൊന്ന് ദമ്മാക്കാം. അതിൻ്റെ അടിയിലുള്ള ഏകദേശം അതിൻ്റെ അടിക്ക് കൂടുതൽ ചൂടാവാൻ പാടില്ല. അതിൻ്റെ അടിയിലത്തെ നിരപ്പുകളൊക്കെ മാറ്റി നമ്മൾ അടിപൊളിയായിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം നല്ല പാങ്ങലൊന്ന് ദമ്മാക്കിയിട്ടെടുക്കാം. ദമ്മ് പൊട്ടിച്ചതിന് ശേഷം നമ്മളിതാ ഫിഷ് ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതാ എന്ത് രസമുള്ള ഫിഷ് ബിരിയാണി എന്നറിയോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സിമ്പിളായിട്ടുള്ള ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി. ഓക്കെ, ഇനിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.